മരത്തിൻ്റെ കൊമ്പൊക്കെ അങ്ങോട്ടും ഉണ്ടോ എൻ്റെ അത് ഇങ്ങോട്ടും ഉണ്ട്. അത് സാധാരണയാണ്. നാട്ടിൻപുറയാകുമ്പോൾ മരത്തിൻ്റെ കൊമ്പ് അങ്ങോട്ടും ഉണ്ടോ അങ്ങോട്ടും ഉണ്ട്. പക്ഷേ വീടിൻ്റെ മുകളിലേക്കുള്ളത് മുറിച്ച് മാറ്റണ്ടേ എന്ന് വാർഡ് മെമ്പർ ചോദിച്ചു. അതല്ല, ഇത് മുറിച്ചാൽ അത് മുറിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വാർഡ് മെമ്പർ പറഞ്ഞു നമ്മൾ പഞ്ചായത്തിലോ പരാതി കൊടുക്കി, അല്ല അപ്പം പറഞ്ഞാൽ അനുസരിക്കില്ല പറഞ്ഞു. അങ്ങനെയുള്ള ഞങ്ങൾ ഇപ്പം നാട്ടിലൊരു റെസിഡൻസ് ഉണ്ടല്ലോ, ഒരു 100-100 ആളുകളുള്ള ഒരു റെസിഡൻസാണ്. അപ്പോൾ ഓലോട് വന്ന് വിവരം പറഞ്ഞു. അങ്ങനെ ഓല് നിരാകമൂലം പരാതിയും കൊടുത്ത് ഓല് വന്ന് സംസാരിച്ചപ്പം പറഞ്ഞ് മരത്തിൻ്റെ കൊമ്പ് അങ്ങോട്ടുണ്ട്, അത് മുറിച്ചാൽ ഇതും. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വീടിൻ്റെ മുകളിലേക്കുള്ള മുറിക്കേണ്ട ആദ്യം, എന്നിട്ടല്ലേ തൊടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, തല വരെ ഉണ്ട്. പക്ഷേ വീട് പരിഗണിക്കേണ്ടത് വെച്ച് സമ്മതിക്കില്ല. അങ്ങനെ മണക്കടവിലാണ് ശക്തമായ കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് മരം പൊട്ടി വീണിരിക്കുന്നത്. എനിക്ക് പിറകിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ വലിയ ഒരു മരം, അതിൻ്റെ ഭാഗമാണ് വീടിന് മുകളിലേക്ക് പതിച്ചിരിക്കുന്നത്. അയൽവാസിയുടെ പറമ്പിലുള്ളതാണ് ഈ മരം. ഇത് അപകടാവസ്ഥയിലാണ് എന്ന് ഈ വീട്ടുകാർ നേരത്തെ തന്നെ പരാതിപ്പെട്ടിരുന്നു. പക്ഷേ അയൽവാസി അത് മുറിച്ചു മാറ്റാൻ നടപടി സ്വീകരിച്ചില്ല. അതാണ് ഇത്തരത്തിലുള്ള ഈ ഒരു അപകടത്തിന് ഇടയാക്കിയിരിക്കുന്നത്. വീടിൻ്റെ മുകൾ ഭാഗത്ത് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3-ാം തൊടി പ്രദീപ് കുമാറിൻ്റെ വീടിന് മുകളിലേക്കാണ് ഇത് പതിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഷീറ്റൊക്കെ തകർന്നിട്ടുണ്ടല്ലേ? പോയിട്ടുണ്ട്, ആകെ ഒക്കെ പൊട്ടി തളർന്നു പോയിട്ടുണ്ട്. ഇവിടുന്ന് നോക്കിയാൽ കാണാം. രണ്ട് മാസം മുന്നുള്ള ഒരു പെരും മഴയും കാറ്റും ഉണ്ടായില്ല. അതിലാണ് ഈ മരം ഇങ്ങോട്ട് വളഞ്ഞ് വീടിൻ്റെ മുകളിലേക്ക് നിന്നത്. അന്ന് ഞങ്ങൾ വാർഡ് മെമ്പറെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത്, അപ്പോൾ ഇത് വലിയ അപകടമാണല്ലോ. അങ്ങനെ വാർഡ് മെമ്പർ വീട്ടിൽ പോയി അവനോട് പറഞ്ഞപ്പോൾ ഈ മരത്തിൻ്റെ കൊമ്പൊക്കെ അങ്ങോട്ടും ഉണ്ടോ എൻ്റെ അത് ഇങ്ങോട്ടും ഉണ്ട്. അത് സാധാരണയാണ്. നാട്ടിൻപുറയാകുമ്പോൾ മരത്തിൻ്റെ കൊമ്പ് അങ്ങോട്ടും ഉണ്ടോ അങ്ങോട്ടും ഉണ്ട്. പക്ഷേ വീടിൻ്റെ മുകളിലേക്കുള്ളത് മുറിച്ച് മാറ്റണ്ടേ എന്ന് വാർഡ് മെമ്പർ ചോദിച്ചു. അതല്ല, ഇത് മുറിച്ചാൽ അത് മുറിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വാർഡ് മെമ്പർ പറഞ്ഞു നമ്മൾ പഞ്ചായത്തിലോ പരാതി കൊടുക്കി, അല്ല അപ്പം പറഞ്ഞാൽ അനുസരിക്കില്ല പറഞ്ഞു. അങ്ങനെയുള്ള ഞങ്ങൾ ഇപ്പം നാട്ടിലൊരു റെസിഡൻസ് ഉണ്ടല്ലോ, ഒരു 100-100 ആളുകളുള്ള ഒരു റെസിഡൻസാണ്. അപ്പോൾ ഓലോട് വന്ന് വിവരം പറഞ്ഞു. അങ്ങനെ ഓല് നിരാകമൂലം പരാതിയും കൊടുത്ത് ഓല് വന്ന് സംസാരിച്ചപ്പം പറഞ്ഞ് മരത്തിൻ്റെ കൊമ്പ് അങ്ങോട്ടുണ്ട്, അത് മുറിച്ചാൽ ഇതും. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വീടിൻ്റെ മുകളിലേക്കുള്ള മുറിക്കേണ്ട ആദ്യം, എന്നിട്ടല്ലേ തൊടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, തല വരെ ഉണ്ട്. പക്ഷേ വീട് പരിഗണിക്കേണ്ടത് വെച്ച് സമ്മതിക്കില്ല. അങ്ങനെയാണ് പഞ്ചായത്ത് കൊടുത്തത്. പഞ്ചായത്തിൽ നിന്ന് വന്ന് നോക്കി, ഇന്നലെ വന്ന് ഒരു പറഞ്ഞ് കണ്ടൊക്കെ പോയി വേണ്ട നടപടി സ്വീകരിക്കട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞെന്താ, ഇത് പെട്ടെന്നൊരു മരം വീണാൽ അവരെന്താ ചെയ്യേണ്ടത്? വേഗം ഒരാളെ വിളിച്ച് മുറിപ്പിക്കുക. ഇത് 2-3 ദിവസമായി ഇതോടെ കിടക്കണ്. ഇത് നിയമവഴിക്ക് പോയതുകൊണ്ടാണ് ഇത്രയും ദിവസം അവിടെ നിൽക്കാൻ കാരണം. മനസ്സിലായില്ലേ? നിയമവഴിക്ക് പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അന്ന് തന്നെ അത് മുറിച്ച് മാറ്റിത്തരേണ്ടതാണ്. നിയമവഴിക്ക് പോകുമ്പം പഞ്ചായത്തിൽ നിന്ന് വന്ന് നോക്കണം, ഓൽക്ക് അതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ നടപടി സ്വീകരിക്കണം. ഇത്രയും ദിവസം ഇതിൻ്റെ മുകളിൽ കിടക്കുക, വീടിൻ്റെ മുകളിൽ. അപ്പോൾ നല്ല മഴ തുടരുന്നുണ്ടല്ലേ? അപ്പോൾ ഇനിയും അത് താഴേക്ക് പതിക്കാനുള്ള സാധ്യത കൂടി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഷീറ്റ് ഉണ്ട്. ഇതിൻ്റെ ബാക്കി ഷീറ്റ് ഇതിൻ്റെ അടുക്കള ഭാഗത്തേ വരുന്നുണ്ട്. പൊട്ടി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അമ്മയായാലും ഭാര്യയായാലും കുട്ടികളായാലും ഈ ഷീറ്റിൻ്റെ ചോട്ടിലിരുന്നിട്ടാണ്, അവിടെ വാഷിംഗ് മെഷീനൊക്കെ ഇതിൻ്റെ ഷീറ്റിൻ്റെ ചോട്ടിലാണ്. ആ ഒരു ഭയത്തിലാണ് ഞങ്ങൾ ഇത്രയും കാലം, അതായത് രാത്രിയൊക്കെയാണ് അവർ ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് ഈ തിരുമ്പലും പരിപാടിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇത് ഇങ്ങനെ പൊട്ടി വീണ ആ ഷീറ്റിൻ്റെ ചോട്ടിലുള്ളവർക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ ദുരന്തത്തിലേക്ക് പോകും. പക്ഷെ എത്ര പറഞ്ഞിട്ടും ആളത് വകവെക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് റെസിഡൻസ് അസോസിയേഷനും അതുപോലെ തന്നെ പഞ്ചായത്തിലുമൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അയൽവാസി ഇത് മുറിച്ചു മാറ്റുന്നുമില്ല. ഒപ്പം തന്നെ മുറിച്ചു മാറ്റാനുള്ള മറ്റ് നടപടിയിലേക്ക് പഞ്ചായത്ത് അധികൃതർ കടക്കുന്നുമില്ല. അത്തരമൊരു ആശങ്കയാണ് ഇപ്പോൾ ഈ വീട്ടുകാർ പങ്കുവെക്കുന്നത്. കോഴിക്കോട് നിന്ന് മനീഷ് പെരുമണ്ണയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.